ഹലോ മുത്തുമണീസ്, ഇന്ന് മെയ് 17 കുടുംബശ്രീ ദിനം. ഞങ്ങളുടെ കുടുംബശ്രീക്ക് എ ഗ്രേഡ് കിട്ടിയിരുന്നു കേട്ടോ ഓഡിറ്റിങ്ങിൽ. അങ്ങനെ ഞാനും കുടുംബശ്രീയിലെ പ്രസിഡന്റും കാത്തുമോളും കൂടിയാണ് ആ ഉപഹാരം ഏറ്റുവാങ്ങാൻ വന്നത്. അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കണ്ടാലോ. ഏതൊരു പരിപാടിയുടെ തുടക്കം പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോട് കൂടി തന്നെ തുടങ്ങാം. പുതിയൊരു പുലരിയൊരുക്കാം കാണണമിനി നോക്കി ഞാവിലെല്ലാം ഒരുമയുണർത്തും കാലം. കുന്നമംഗലം പഞ്ചായത്തിലെ 18 കുടുംബശ്രീക്കായിട്ടോ എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എ ഗ്രേഡ് കിട്ടിയ എല്ലാ കുടുംബശ്രീയിൽ നിന്നും വന്ന ആളുകളാണ് ഇവരെല്ലാവരും. പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽക്കുന്നുമലാണ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. കുടുംബശ്രീനെ കുറിച്ചുള്ള ചെയർപേഴ്സന്റെ 2 വാക്ക് കേട്ടാലോ. അതേ സ്ഥാനത്ത് എനിക്ക് അയൽക്കൂട്ടം വേണം, എന്നാലും ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് വേറെ അയൽക്കൂട്ടത്തിൽ ചേരാനുള്ള വിചാരം അതിൽ നിൽക്കുന്ന ആളുകൾ ഒരിക്കലും അയൽക്കൂട്ടത്തിൽ നിന്ന് പോകരുത്. കാരണം നമ്മുടെ ഈ ലോക്കോസ് ഒക്കെ തുടങ്ങിയ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒരു അയൽക്കൂട്ടത്തിലേക്ക് ചേരാൻ പറ്റൂല. കാരണം എന്താ പറയുക, നിങ്ങൾ അതിൽ നിന്ന് പോകുന്നില്ല. ആ പഴയ അയൽക്കൂട്ടം നിങ്ങൾ എഴുതി കൊടുത്താലും ഇപ്പം നമ്മളൊക്കെ കമ്പ്യൂട്ടർ അല്ലേ എല്ലോ, അപ്പോൾ അവിടെ ഉണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ നിങ്ങളെ പേര് അതിൽ നിന്ന് പോകണമെങ്കിൽ സ്റ്റേറ്റിൽ അവർ ഡിലീറ്റ് ആക്കണം, അവർ ഒഴിവാക്കണം നിങ്ങളെ. അപ്പോൾ അത് എത്ര അയൽക്കൂട്ടങ്ങൾ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഓർക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. വേണ്ടാന്ന് വെച്ച് പോണ ആളുകൾക്ക് പോകാം. പിന്നെ കുറഞ്ഞ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ചെറിയ ഇതൊക്കെ ഉണ്ടാക്കി പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും തിരിച്ച് കയറാൻ. അതും കൂടെ നിങ്ങൾ ഇപ്പോൾ വന്ന ആളുകൾ നിങ്ങൾ അയൽക്കൂട്ടത്തിലും അടുത്ത അയൽക്കൂട്ടത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എന്താ നമുക്ക് കുടുംബശ്രീ എന്നുള്ളത് നമ്മൾ മസ്റ്റാണ്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കുടുംബശ്രീ ഉള്ളത് കൊണ്ട് ഉണ്ടായ മാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാം. എത്രയേറെ നമ്മൾ മുന്നേറി കുടുംബശ്രീ പരമായിട്ട് നമ്മൾ മുന്നേറി എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ കാരണം 28 വർഷം ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങളാരോടും നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, മീഡിയ വഴിയാണെങ്കിലും പത്രം വഴിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും കുടുംബത്തിനെ സ്നേഹിക്കുമ്പോൾ തന്നെ നമ്മൾ കുടുംബശ്രീനെ സ്നേഹിച്ചിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ചെയർപേഴ്സന്റെ വാക്കുകൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അപ്പോൾ കുടുംബശ്രീയിലുള്ളവർ കുടുംബശ്രീ തന്നെ നിലനിൽക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുടുംബശ്രീ ഉണ്ടാവില്ല. അത് കുടുംബശ്രീ തന്നെ പരിഹരിച്ചുകൊണ്ട് നന്നായിട്ട് കുടുംബശ്രീ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. കുടുംബശ്രീ അംഗങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കലാപരിപാടിയാട്ടോ. അപ്പോൾ ഈ ചേച്ചി പാടാൻ വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോഴേക്ക് ഇത് ഞങ്ങൾക്ക് ചായയും കടിയും വന്നിട്ടുണ്ട്. എന്താ വേണ്ടേ? പൊരിച്ച പത്തിരിയാ? നിഷേച്ചിക്കോ? പഴംപൊരി.